നമസ്കാരം സുഹൃത്തുക്കളെ. എന്താണ് ഈ ബോട്ടിന്റെ കളറ് ചോദിച്ചതാ? ഈ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പെട്ടെന്ന് അട്രാക്റ്റീവ്, അതിനത് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി പെട്ടെന്ന്, അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ കാവ്യാക്കി വന്നത്. കേരളത്തിൽ ഓറഞ്ച് അലർട്ടാണ്, അതുകൊണ്ടായിരിക്കും. കേരളത്തിൽ സാക്ഷരത പ്രബുദ്ധ കേരളത്തിൽ ഓറഞ്ച് നിറത്തിന് അഥവാ ഇവർ ഈ പറയുന്ന കാവി നിറത്തിന് എന്തെങ്കിലും വിലക്കുണ്ടോ? ഇവിടെ നിരോധിച്ചിരിക്കുന്ന നിറം വല്ലതാണോ ഈ പറയുന്ന ഓറഞ്ച് അഥവാ ഇവരുടെ കാവി? സിനിമാ തൊഴിലാളിയായ ഒരു യുവതിയോട് ഒരു മാപ്ര ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഈ നിറത്തിലെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? അവരിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്ന തരത്തിൽ അവർ പറയുന്നു. അപ്പോൾ വീണ്ടും ചോദിച്ചിരിക്കുന്നു, അട്രാക്റ്റീവ് ആയതുകൊണ്ടാണോ ഇതിടുന്നത്? ഏറ്റവും ഒടുവിൽ അവൻ തന്നെ ആശ്വസിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ടാണോ ഇതിട്ടത്? ഓറഞ്ച് എന്ന് പോലും അല്ല അവൻ അതിന് മുമ്പേ അവൻ ഉദ്ദേശിക്കുന്നത്, കാവി നിറം എന്തിന് ഇട്ടു എന്ന തരത്തിലാണ്. അതായത് ഇവിടെ ഞങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അങ്ങനെ ചെയ്താൽ നിങ്ങൾ വലിയ എതിർപ്പ് നേരിടേണ്ടി വരും സോഷ്യൽ മീഡിയയിലടക്കം എന്ന ഒരു ഭീഷണിയാണ് അവൻ അവിടെ ഇൻഡയറക്റ്റായിട്ട് പ്രകടിപ്പിച്ചത്. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറേ കാലങ്ങളായിട്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഏതാനും നാൾ കൂടിയായി ഇത്തരം അഭ്യാസങ്ങൾ ഇവർ നടത്തൂ. അതിനുശേഷം തെരുവിലെ നായ്ക്കളെ പോലെ കരഞ്ഞു മോങ്ങി കുരച്ച് നടക്കാമെന്നല്ലാതെ ആളുകൾ ഇതിനൊന്നും വലിയ വില കൊടുക്കില്ല. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ തൊഴിൽ മേഖലയായ സിനിമയിൽ, അതായത് ഈ യുവതിയൊക്കെ ഉൾപ്പെടുന്ന സിനിമ മേഖലയിൽ ഒരു സമയത്ത് സംഘപരിവാറാണ് അല്ലെങ്കിൽ അതിൻ്റെ അനുകൂലിയാണ് എന്ന് പറയാൻ തന്നെ ആളുകൾക്ക് പേടിയായിരുന്നു പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഇന്ന് നോക്കൂ, കേരളത്തിൽ നിന്നുള്ള ഏക MP, BJP MP, ഒരു സിനിമാ തൊഴിലാളിയാണ്. അദ്ദേഹം MP ആണ്, അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയും കൂടിയാണ്. ബാക്കി എത്രയോ പേർ സിനിമാ തൊഴിൽ തന്നെയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന എത്രയോ പേർ BJPക്ക് വേണ്ടി പരസ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങി. അമ്മ എന്ന സംഘടനയിലും ഇപ്പോൾ BJPക്കാരാണ് എന്ന് പരസ്യമായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരെ വന്നിരിക്കുന്നു. എന്നിട്ടും അവർ ആ പഴയ തേഞ്ഞ് പഴകിയ പരാജയപ്പെട്ട അതേ തന്ത്രം തന്നെ ഓരോരുത്തരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കാവി അഥവാ ഓറഞ്ച് നിറം എൻ്റെ പ്രിയപ്പെട്ട നിറമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പേളിമാണി എന്ന യുവതിക്ക് നേരെ വലിയ സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുകയുണ്ടായി. പക്ഷേ അവർ ആ പറഞ്ഞത് തന്നെ ഉറച്ചു നിന്നു, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലെ ഇവിടെ ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ് ആ മാപ്ര. ഇനി അഥവാ ആ യുവതി പറയുകയാണ് അതെ എനിക്ക് കാവ്യ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ആ നിമിഷം മുതൽ അവർ സോഷ്യൽ മീഡിയ വഴിയുള്ള ചിത്തവിളിക്ക് ഇരയാകേണ്ടി വന്നേനെ. പക്ഷേ അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ആ ചോദിച്ചവൻ തന്നെ കേരളത്തിൽ ഓറഞ്ച് അലർട്ട് ആയതിനാലാണോ ഓറഞ്ച് കളർ എന്ന രീതിയിൽ ആശ്വസിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇത് കുറേ കാലമായിട്ട് നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലെ വൺ സൈഡ് പരിപാടി ഇതാണ്. ഇവിടെ ചില കൂട്ടർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യവും മറ്റാരും ചെയ്യേണ്ട എന്നൊരു രീതിയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അത് കണക്കാക്കിയിട്ട് അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം മറ്റോ ആണ് നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള, എല്ലാവർക്കും ആർക്കും ഒന്നും മോശം പറയാനില്ലാത്ത ചിത്ര എന്ന ആ ഗായിക പറയുന്നു അതവിടെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വീടുകളിൽ വിളക്ക് കത്തിക്കാം. അവരുടെ വിശ്വാസം അനുസരിച്ചാണ് അവർ പറഞ്ഞത്, അതിൽ ഒട്ടും രാഷ്ട്രീയമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് പോലും ചിത്ര സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കപ്പെട്ടു. ഒടുവിൽ നമ്മുടെ ചിത്രയല്ലേ ഒരു തവണ ക്ഷമിച്ചേക്കൂ എന്ന് മറ്റൊരു ഗായകൻ വേണുഗോപാൽ വന്ന് പറയേണ്ട. വേണുഗോപാൽ അതിൽ പറയേണ്ട ഒരു കാര്യമില്ല, കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്തോ ചിത്ര? നമ്മുടെ ചിത്രയല്ലേ ഒരു തവണ ക്ഷമിച്ചേക്കാൻ പറയാനായിട്ട് ചിത്ര എന്തെങ്കിലും അവിടെ തെറ്റ് ചെയ്തു? അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രാമക്ഷേത്രത്തിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ വിശ്വാസത്തോടെ വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയമാവുന്നത്? അത് അവരുടെ വിശ്വാസമാണ്. അപ്പോൾ അതുപോലും പറ്റില്ല എന്ന തരത്തിലാണ് ഇവിടെ അവർക്കെതിരെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമൊക്കെ വലിയ ചീത്തവിളിയും ആക്രമണമൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെ വരെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. കുറേ കാലമായിട്ട് കുറേ ആളുകൾ, അതായത് അവരുടെ വിചാരം കാവിയിട്ടാൽ ആ ആൾ സംഖ്യയാക്കപ്പെടുന്നു, കയ്യിൽ രാഖി കെട്ടിയാൽ ആ വ്യക്തി സംഖ്യ, അമ്പലത്തിൽ പോയ സംഖ്യ, ഇങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനോ പ്രകടിപ്പിക്കാനോ പറ്റാത്ത തരത്തിൽ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. പക്ഷേ അതൊക്കെ പൊളിഞ്ഞു. ഇപ്പോൾ അതൊന്നും ചിലവാകില്ല എന്ന് മാത്രമല്ല, വർഷങ്ങൾ കഴിയും തോറും ഇവറ്റകൾ വീണ്ടും ഇങ്ങനെ നിന്ന് തേങ്ങി കരയാം എന്നല്ലാതെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ചിലയിടത്തൊക്കെ അത് ചിലവാകും. അങ്ങനെ ചിലവാകുന്നിടത്ത് അവരെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. ഇതേ ചോദ്യം പച്ച ഡ്രസ്സ് ഇട്ട ഒരാളോട് അവർ ചോദിക്കില്ല, ചുമല ഡ്രസ്സ് ഇട്ട ഒരാളോട് ചോദിക്കില്ല. ഇനി കറുത്ത ഡ്രസ്സിൽ അറബി എഴുതിയിട്ടുള്ള ആൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരുത്തനെ കണ്ടാലും ചോദിക്കില്ല. അത്തരം എഴുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, IS-ൻ്റെ കൊടിയും മറ്റുമൊക്കെ. പക്ഷെ അവരോടൊന്നും ചോദിക്കാത്ത ചോദ്യം ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ട് വന്ന ഒരു സിനിമാ തൊഴിലാളിയോട് ചോദിക്കണമെങ്കിൽ അവൻ്റെ അസുഖം ക്രിമികടിയുമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള വേറെ അസുഖമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.